جمال خداي يا محمد نور مجسم तेरी एक नजर के तालिबे तेरी एक नजर के तालिबे तेरी एक सुकून पर गुर्बा सलाला तेरी एक सुकून पर गुर्बा नबी जी तेरी एक सुकून पर गुर्बा ये सब तेरी देवानी ये सब तेरी देवानी ये सब तेरी शादाई يا محمد نور مجسم يا حبيبي يا مولاي تصوير كمال محبت تنوير جمال خداي يا محمد نور مجسم ജൗഹർ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. ഇന്നലെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തവർ എന്നിങ്ങനെ കൈ കാണിച്ചേ. ഇന്നലത്തെ മീറ്റിങ്ങിൽ വന്നവർ ആഷിറുണ്ട്, ഫർസീൻ, ഷഹസാദ്, ഞാൻ പേര് വിളിക്കുന്നവർ ഹാൻഡ്സ് ഡൗണ്, ജൗഹർ, റസാൻ, റിസ്വാൻ, ഇഷാൻ, സേറ, ഐസ, ഇത്രയും പേരെ വന്നത് അല്ലേ? ഓക്കെ. ഹാഷിറ, ഇന്നലത്തെ ക്ലാസ്സിൽ എന്താ നമ്മൾ പറഞ്ഞത്? പറ. മാതാപിതാക്കളെ പറ്റിക്കണ്ട് മാതാപിതാക്കളെ പറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ. എന്താണ് ഇന്നലെ മാതാപിതാക്കളെ പറ്റി പറഞ്ഞത്? റിസ്വാനെ, എന്താ പറഞ്ഞത്? അത് മാതാപിതാക്കള് വീട്ടിൽ അവര് ഒരു 1 ഇയർ നമ്മുടെ വീടൊക്കെ വിട്ടിട്ട് അവര് ഒരു വെക്കേഷന് വേണ്ടി അവരെങ്ങോട്ടോ പോയി എന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കും എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇല്ലേ? അതിനു മുമ്പ് ക്ലാസ് തുടങ്ങുമ്പോൾ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. 2 ക്വസ്റ്റ്യൻസ്. എന്തായിരുന്നു അത്? എന്താണ് ഖുർആൻ? എന്താണ് ഖുർആൻ? ക്വസ്റ്റ്യൻ നമ്പർ 1. പിന്നെയോ ക്വസ്റ്റ്യൻ നമ്പർ 2, why is ഖുർആൻ? എന്തിനാണ് ഖുർആൻ? ആൻസർ അറിയുന്നവർ കൈപൊക്ക്. എന്താണ് ഖുർആൻ ഇഷാൻ? അള്ളാഹുവിന്റെ വചനങ്ങൾ. ഓക്കെ, ഗുഡ്. എന്തിനാണ് ഖുർആൻ എന്നതിൻ്റെ ആൻസർ അറിയുന്നത്? ഹൈസ? ജീവിത മാർഗങ്ങൾ. ജീവിത മാർഗം എന്ന് പറഞ്ഞാൽ വഴി കാണിക്കാനുള്ള ഗ്രന്ഥം. അത് ഗൂഗിൾ മാപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. വഴി കാണിക്കുന്ന കാര്യമായിട്ട് മാപ്പിനെ കമ്പയർ ചെയ്യുന്നു. അതുപോലെയല്ല, നമ്മുടെ ലൈഫിലുള്ള A to Z കാര്യങ്ങളെ കുറിച്ചുള്ള ഗൈഡൻസ്, മാർഗനിർദ്ദേശം അടങ്ങിയതാണ് ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇന്ന് നമുക്ക് കുറച്ചു നേരം അള്ളാഹുവിനെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അള്ളാഹുവിനെ പറ്റി എന്തെങ്കിലും അറിയുന്നവരൊക്കെ കൈപൊക്ക്. ഏസക്ക് എന്താ അറിയാം? പറ. അള്ളാഹു നല്ല ശക്തിയുള്ള ആളാണ്. അള്ളാഹു പവർഫുൾ ആണ്. ഓക്കെ, നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോവാം.
അള്ളാഹു പവറുള്ള ആളാണ് എന്നുള്ളതിൻ്റെ അള്ളാഹിൻ്റെ പവറിന് ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അള്ളാഹിൻ്റെ ശക്തിയുടെ എക്സാമ്പിളായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം. ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസറിനാണ് നിങ്ങൾ കൈപൊക്കുന്നത്. കുറേ പേര് പൊക്കുന്നുണ്ടാണ് ചോദിക്കുന്നത്. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, അള്ളാഹിൻ്റെ പവർ, അള്ളാഹിൻ്റെ ശക്തി. ഇപ്പം നിങ്ങളുടെ പവർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലാസ്സിലുള്ള ഒരു ഫ്രണ്ടിനോട് പറയാം, വാടാ നീ ഉണ്ടോ, റെസ്ലിങ്ങിനുണ്ടോ, അല്ലെങ്കിൽ നമുക്കൊന്ന് ഒന്ന് പവർ നോക്കാം, വാടാന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരാളെ ചാലഞ്ച് ചെയ്യാം. അള്ളാഹിൻ്റെ പവർ കാണാൻ നമുക്ക് എന്താണ് നോക്കേണ്ടത്? ഇവിടെ എന്തെങ്കിലും അള്ളാഹിൻ്റെ പവറിന് എക്സാമ്പിൾ ആയിട്ടുണ്ടോ? ഷെഹസാദ്. അള്ളാഹ് ചുറ്റുപാടത്തെ എല്ലാ സ്ഥലത്തുണ്ട്. അള്ളാഹ് എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷെ അത് നമ്മുടെ ആ പവർ നമുക്ക് എങ്ങനെ മനസ്സിലാവും? ആർക്കാ പറയാൻ പറ്റുക? മഹഫൂസിനെ കാണണ്ടേ, എന്നാലല്ലേ പറയാ. ആ എത്ര വലുതാണെങ്കിലും അള്ളാഹ്ക്ക് ഉണ്ടാക്കാൻ പറ്റും. അള്ളാഹ് ക്രിയേഷൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നതൊക്കെ അള്ളാഹിൻ്റെ പവറിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇഷാന് ഏത് മുക്കും മൂല പോയിരുന്നാലും അള്ളാഹ്ക്ക് എല്ലാതും കാണാൻ പറ്റും. എല്ലാം കാണാൻ പറ്റും എന്നുള്ളതാണ്. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, കാണുന്നവനാണ്. ഓക്കെ, ശരി. നമുക്ക് ഈ പ്ലാനറ്റിൻ്റെ വലുപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. ഈ പ്ലാനറ്റിൻ്റെ വലുപ്പം പറയാനായിരിക്കാം പറ്റുക? വാക്കുകൊണ്ട് പറഞ്ഞാൽ മതി, വെറുതെ ഇങ്ങനെ പറഞ്ഞു നോക്ക്. ആ മഹഫൂസ്. 3201 മീറ്ററാ? കിലോമീറ്റർ. കിലോമീറ്റർ അങ്ങനെ അളന്ന് വെച്ചതാണ്. ഓക്കെ, നമുക്ക് 4 കാര്യങ്ങൾ പറയാം. നമ്പർ 1, ഭൂമിയിലുള്ള കാര്യങ്ങൾ മാത്രം പറയാം. ഭൂമി എന്ന് പറഞ്ഞാൽ അറിയോ? ഭൂമി എന്ന് പറഞ്ഞാൽ അറിയാത്തവരുണ്ടോ? ഈ എർത്ത്, ഈ ഭൂമിയിൽ, ഒരു കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ച, ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വെള്ളമാണോ കരയാണോ ഉള്ളത്? വാട്ടർ ആണോ, കടലാണോ, കരയാണോ ഉള്ളത് ഈ വേൾഡിൽ? വാട്ടർ. വാട്ടർ ആണ്. ഓക്കെ, അപ്പോൾ ആ വാട്ടർ അത്രയും, ആ വാട്ടറിൻ്റെ കുറച്ച് ഭാഗം ഭൂമിയുണ്ട്, ആ ഭൂമിയിലാണ് നമ്മളുള്ളത്, അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും, എനിക്കോ നിങ്ങൾക്കോ ആർക്കെങ്കിലും ഈ ലോകത്തെ മുഴുവൻ കാണാൻ കഴിയുമോ മരിക്കുന്നതിന് മുമ്പ്? ഈ ലോകം മുഴുവൻ നടന്ന് കാണാൻ പറ്റുമോ മരിക്കുന്നതിന് മുമ്പ്? കഴിയൂല. നമുക്ക് 2 ജന്മം ഉണ്ടെങ്കിലും, നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ജനിച്ച് മരിച്ച് പിന്നെയും ജീവിക്കാൻ വന്നാലും നമുക്ക് കണ്ടു തീരാൻ പറ്റാത്ത അത്രയും വിശാലമായി കിടക്കുന്ന ഭൂമിയാണ്. ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്നില്ലേ, ഫ്ലൈറ്റ് കയറിയവർ കൈപൊക്കി, വിമാനത്തിൽ കയറിയവർ, ഫ്ലൈറ്റ് കയറിയവർക്ക് അവിടുന്ന് മേലേയും താഴോട്ട് നോക്കുമ്പോൾ കാഴ്ചകൾ കാണാം, അല്ലേ? എത്രയെങ്ങാനും ഭൂമി പരന്ന് കിടക്കുന്ന വിശാലമായിട്ട്, അല്ലേ? ഓക്കെ, ഗുഡ്. അപ്പോൾ ഒന്നത്. ഇനി കടല് പറഞ്ഞ ഏറ്റവും കൂടുതൽ കടലാണെന്ന്. കടലിൽ ഏറ്റവും വലിയ ഫിഷിന്റെ പേരെന്താണ്? കടലിലെ ഏറ്റവും വലിയ ഫിഷിന്റെ പേര് ജാസിൽ. ബ്ലൂ വെയിൽ. നമ്മൾ മലയാളത്തിൽ തിമിംഗലം എന്നൊക്കെ പറയും, അല്ലേ? ഓക്കെ, അതിൻ്റെ എത്ര വലുപ്പമുണ്ട് ഏകദേശം? ഒരു ഭൂമിയിലെ ഏതെങ്കിലും ഒരു ആനിമലുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എത്ര വലുപ്പം ഉണ്ടാവും? നിങ്ങൾ കണ്ടതിൽ ഏറ്റവും വലിയ ആനിമലാണ് ആന, ഓക്കെ അല്ലേ? എലിഫന്റ്. ആനയുടെ എത്ര വലുപ്പം ഉണ്ടാവും ഒരു വെയിൽ, ഒരു തിമിംഗലം? അറൗണ്ട് 3 ആന. അങ്ങനെയാണ് അവന് മനസ്സിലായത്. എയ്സാക്കോ? 40 അല്ലേ? ജൗഹറോ? 40. അത് വലിയൊരു ഷിപ്പ്, ഒരു കപ്പലിന്റെ വലുപ്പമൊക്കെ ഉള്ള നല്ല വലിയ നമ്മളൊരു വീടിന്റെ വലുപ്പമുള്ള ഒരു ഫിഷ് ഉണ്ടെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഓടിക്കളിക്കാൻ പറ്റൂല. അതിൻ്റെ വയല് നമ്മളെ വിഴുങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓടിക്കളിക്കാൻ പറ്റും. ഉള്ളിൽ തന്നെ ഒരു ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ടാവും. ഇത്രയും വലുപ്പമൊക്കെ ഉണ്ട്. ഇഷാൻ എന്താ പറയണേ? 150,000 kg ആണ് ഒരു ബ്ലൂ വെയിലിൻ്റെത്. ഒരു ആവറേജ് 150 അല്ല പറയുന്നത്, 150,000 kg എന്നാണ് അവന് ഗൂഗിൾ ചെയ്തിട്ടാണ്, അതിൻ്റെ ഇടയ്ക്ക് ഗൂഗിൾ ചെയ്തിട്ടുണ്ടാവും, അല്ലേ?
ഓക്കെ. അപ്പൊ ഇത്രയും വലിയ ഒരു ഫിഷ് അല്ല ഉള്ളത്, അങ്ങനെയുള്ള എണ്ണാൻ പറ്റാത്ത അത്രയും ഫിഷ് എവിടെ കിടക്കുന്നുണ്ട്? കടലിന്റെ അടിയിൽ. കടലിന്റെ ഡെപ്തിലേക്ക് നമുക്ക് ഒരിക്കലും ആഴ്ന്ന് താഴോട്ട് പോകാൻ കഴിയില്ല. ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഒരു അതിനെന്താ പറയാ, മറൈന ട്രഞ്ചാ എന്താ അതിന് പറയാ, എഡ്ജ് സ്ഥലം, ലാസ്റ്റ് സ്പേസ്, അതിന്റെ താഴോട്ട് പിന്നെ പോകാൻ പറ്റില്ല. അത്ര മനുഷ്യന് മരിച്ചു പോകും. അത്രയും ഡെപ്ത് അതിനുണ്ട്. ഭൂമിക്കും അതുപോലെ തന്നെ ഒരു ലിമിറ്റ് കഴിഞ്ഞ് തുറന്നും ഭൂമിയുടെ അടിയിൽ നമുക്ക് പോകാൻ പറ്റില്ല. ആകാശത്തേക്കും നമ്മൾ പോയി അങ്ങോട്ട് ഒരുപാട് നമുക്ക് പോകാൻ ലിമിറ്റേഷൻ ഉണ്ട്. എപ്പോഴും സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാൻസ് കിട്ടുകയാണെങ്കിൽ ഒന്ന് മൂണിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ കൈപ്പൊക്ക്. ചാൻസ് കിട്ടിയാൽ അല്ലേ, ചാൻസ് കിട്ടിയാൽ എല്ലായിടത്തും ട്രാവൽ ചെയ്യണം കേട്ടോ. ഓക്കെ. പക്ഷേ ഒരു ടൗണിൽ നിന്ന് അടുത്ത ടൗൺ വരെ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ തലകറങ്ങി വീഴുന്ന കുട്ടികൾ എങ്ങനെയാ മൂണിൽ പോയി വരിക അല്ലേ? ഓക്കെ. ട്രാവൽ ചെയ്യുന്നത് നല്ലതാ. ട്രാവൽ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ കൃത്യമായിട്ട് ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ചാൻസ് കിട്ടിയാലൊക്കെ ട്രാവൽ ചെയ്യണം. യാത്ര ചെയ്ത് എന്തിനാ? വെറുതെ എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, കണ്ട് പഠിക്ക്. വേൾഡ് എത്ര വലുപ്പമുണ്ട്, ലോകത്തിൻ്റെ വലുപ്പം, മനുഷ്യന്മാർ, സാഹചര്യങ്ങൾ, നാടുകൾ, അള്ളാഹു മലകൾ ഉണ്ടാക്കി വെച്ചത്, ഡെസേർട്ട് എങ്ങനെയാണ്, ഇതെല്ലാം കണ്ട് പഠിക്കാൻ പറയുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം അള്ളാഹുവിൻ്റെ ക്രിയേഷൻ ആണ് നമ്മൾ നോക്കുന്നത് അല്ലേ? ഓക്കെ. അള്ളാഹ് ആണ് ക്രിയേറ്റർ. എന്ന് പറഞ്ഞാൽ എന്താണ്? നിർമ്മാതാവ് അല്ലെ? നിർമ്മിച്ചത് അള്ളാഹുവാണ്. എല്ലാം നിർമ്മിച്ചത് അള്ളാഹുവാണ്. റൈറ്റ്. ഓക്കെ. അള്ളാഹുവെ കുറിച്ച് എന്തറിയാം? അള്ളാഹുവെ കുറിച്ച് എന്തറിയാം എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മളെല്ലാവരും മുസ്ലിങ്ങളാണ് അല്ലേ? എല്ലാവരും മുസ്ലിങ്ങളല്ലേ? മുസ്ലിങ്ങളല്ലാത്ത ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ് അള്ളാഹു ആരാണ്, ഞങ്ങളുടെ ദൈവവും നിങ്ങളുടെ ദൈവവും തമ്മിലുള്ള വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഞങ്ങൾ ആരാധിക്കുന്നു നിങ്ങൾ ആരാധിക്കുന്നു തമ്മിൽ കുലിയാൽ കാഫിറൂനിൽ പറയുന്നുണ്ട് അല്ലേ? ലക്കും ദീനുക്കും വലിയ ദീൻ അല്ലേ? പക്ഷെ ആ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ദൈവവും നിങ്ങളുടെ ദൈവവും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ ജൗഹർ? നമ്മൾ ഒറ്റൊരു ദൈവത്തിനെയാണ് ആരാധിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം, അത് തന്നെയാണ്. അതിനു മുമ്പ് നമുക്കൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങളുടെ ദൈവം നിങ്ങളുടെ ദൈവം അങ്ങനെയൊന്നുമില്ല. ദൈവം ഒന്നേ ഉള്ളൂ, അത് അള്ളാഹുവാണ്. മനസ്സിലായോ? സൺ എന്നുള്ളത് ഞങ്ങളുടെ സണ്ണ് നിങ്ങളുടെ സണ്ണുണ്ടാ? ഇല്ല, ഒരു സണ്ണേ ഉള്ളൂ. അതുപോലെ അള്ളാഹു എന്നുള്ളത് ഒരു അള്ളാഹു മാത്രമേ ഉള്ളൂ. ആ അള്ളാഹുവാണ് യഥാർത്ഥ ദൈവം. അപ്പോൾ റിയൽ അള്ളാഹുവിനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് വ്യത്യാസം കിടക്കുന്നത് അവിടെയാണ്. ഓക്കെ. അപ്പോൾ അള്ളാഹുവെ പറ്റി ആണ് നമ്മളിപ്പോൾ ഇന്നത്തെ മീറ്റിംഗ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അള്ളാഹുവിൻ്റെ ഖുർആനെ പറ്റി ഇന്നലെ പറഞ്ഞു. ഖുർആൻ എന്താന്ന് പറഞ്ഞു? എന്താണ്? അള്ളാഹിൻ്റെ വാക്കുകളാണ്. ഖുർആന് മുമ്പ് അള്ളാഹുവിൻ്റെ വാക്കുകൾ വന്നിട്ടുണ്ടോ? ഖുർആൻ അല്ലാതെ ഉണ്ടെങ്കിൽ പറ. നിനക്കറിയോ ഖുർആൻ അല്ലാതെ അള്ളാഹു ഇതുപോലെ വേറെ ഏതെങ്കിലും വേദഗ്രന്ഥങ്ങൾ, കിതാബ്, പുസ്തകം ഈ ഭൂമിയിലെ മനുഷ്യർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ? ലയാൻ പറഞ്ഞേ. തൗറാത്ത്, ഇഞ്ചീല്, രണ്ടെണ്ണം പറഞ്ഞു ഒറ്റടിക്ക്. മാഷാ അല്ലാ. ഇതറിയാത്തവരൊക്കെ നോട്ട് ചെയ്ത് വെച്ചട്ടോ, മനസ്സിൽ വെച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം. തൗറ, ഇഞ്ചീൽ രണ്ടെണ്ണം അവൾ പറഞ്ഞു. തൗറാത്ത് ഏത് നബിക്കാണ് അവതരിച്ചത്? ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് അവതരിച്ചത്. തൗറാത്ത് ഏത് നബിക്കാണ്? ആരാ പറയാ? ദിയ ഫാത്തിമ. മൂസ അലൈഹിസ്സലാം, മോസസ് അല്ലേ? നിങ്ങൾ ജൂയിഷ് പീപ്പിൾസ് എന്ന് കേട്ടിട്ടുണ്ടോ? ജൂതന്മാരെന്ന് കേട്ടിട്ടുണ്ടോ? ഖുർആനിൽ ഏറ്റവും കൂടുതൽ ഏത് നബിയുടെ പേരാണ് പറഞ്ഞിട്ടുള്ളത്? ഖുർആനിൽ ഏറ്റവും കൂടുതൽ ഏത് നബിയുടെ പേരാണ് പറഞ്ഞിട്ടുള്ളത്? റയ റഹ്മാൻ പറ. മൂസാ നബി അല്ലേ? ആ മൂസാ നബി കടലിനെ വടി കൊണ്ട് അടിച്ചാൽ കടല് മാറി നിൽക്കുവോ? നിങ്ങൾ പോയിട്ട് ഒരു വടി എടുത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ കടല് മാറി നിൽക്കുവോ? കടല് വരെ വഴി കാണിച്ച കഥ, ആ കഥ അറിയുന്ന ഒരു കൈബുക്ക്. മൂസാ നബിയുടെ സ്റ്റോറി അറിയുന്നവർ മാഷാ അല്ലാ എല്ലാവർക്കും അറിയാം. ആ സ്റ്റോറിയിൽ അപ്പുറം പോയില്ലേ, ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ വന്ന സമൂഹത്തിന്റെ പേരാണ് ഇസ്രായേൽ.
അല്ലേ? ഇസ്രായേൽ എന്ന് പറഞ്ഞ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ജനത ആയിരുന്നു ഒരു കാലത്ത്, അല്ലേ? പക്ഷേ പിന്നെ അള്ളാഹുവിന് ഏറ്റവും വെറുക്കപ്പെട്ട ജനതയായിട്ട് മാറി. അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അല്ലേ? അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമൂഹമായിരുന്നു, ഒരുപാട് പ്രവാചകന്മാർ വന്ന ഇസ്രായേൽ സമൂഹം. ആ ഇസ്രായേൽ സമൂഹത്തിലാണ് മൂസാ നബി വന്നത്. മൂസാ നബിക്ക് തൗറാത്ത് കിട്ടി. പിന്നെ ഏതാണ് ഇതുപോലെ വേദഗ്രന്ഥം? ഇഞ്ചീലാണ്, അല്ലെ? ഇഞ്ചീൽ ആർക്കാ കിട്ടിയത്? ഇഞ്ചീൽ ഏത് നബിക്കാണ്? ഇഞ്ചീൽ ഏത് നബിക്കാണ്? പുതിയ ആളുകളെ ഞാൻ തരുന്നത്. ആയിഷ സന. ഈസാ നബിക്ക്. ഈസാ നബി, ഈസാ അലൈഹിസ്സലാം. ഈസാ നബിയെ കണ്ടവര് കൈപൊക്ക്. ഇതിലുള്ള ഏറ്റവും വലിയ ജോക്ക് എന്താണെന്നറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും 500 വർഷം മുമ്പ്, അല്ലേ? 500 അല്ലേ? 500-നേക്കാളും കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അത്രയും മുമ്പത്തെ ഈസാ നബിയുടെ ഫോട്ടോ ഇന്ന് അവൈലബിൾ ആണ്. പക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഫോട്ടോ, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഫോട്ടോ, അല്ലെങ്കിൽ സഹാബാക്കളുടെ ഫോട്ടോ ഒന്നും ഇന്ന് അവൈലബിൾ അല്ല. അതൊരു ജോക്കല്ലേ? ഓക്കെ, അതിൽ തന്നെ എന്തോ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും നിങ്ങൾ ക്രിസ്ത്യൻ പള്ളിയിൽ കാണുന്ന മുടി ഇത്രയും മുടിയില്ലേ ഈസാ നബിക്ക്? ഈസാ നബിക്ക് ബാക്കിൽ വരെ മുടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ക്രിസ്ത്യൻ പള്ളികളിലോ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈസാ നബിയുടെ രൂപമായിട്ട് അവർ വെക്കുന്നത്. അതെല്ലാം ഒറിജിനൽ എന്നാണ് പറയുന്നത്. ഒറിജിനൽ രൂപം അടുത്ത് നമ്മുടെ ആരാണ്, അടുത്തൊരാള് ഔട്ട് ചെയ്തിരുന്നല്ലോ ഈസാ നബിയുടെ റിയൽ ആയിട്ടുള്ള ഫോട്ടോ. റിയൽ ആയിട്ടുള്ളതെന്ന് അറിയില്ല, ഏകദേശം സാമ്യതയുള്ള ഇതാണെന്ന് പറഞ്ഞു. ഇലോൺ മസ്ക് ആണ് അത് ഔട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈസാ അലൈഹി സ്വലാമിന്റെ മുടി ഇവിടെ വരെ ഉണ്ടായിരുന്നു, ബാക്കിൽ വരെ, അല്ലേ? ബോയ്സ് എത്ര പേര് റെഡി ഉണ്ട് മുടി ഇവിടെ വരെ വളർത്താൻ ബാക്കിൽ? നിങ്ങൾ റെഡിയാ? അല്ലേ? പാരൻസ് പറയും ഓർഡർ ബാർബർ ഷോപ്പിലേക്ക് വെട്ടിയിട്ട് പാടാന്ന് പറയും, അല്ലേ? മുടി ഇങ്ങനെ വെട്ടാൻ പാടില്ല എന്ന് പാരൻസ് പഠിപ്പിക്കും, അല്ലേ? ഓക്കെ, പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സ്വലമയുടെ മുടിയും ഇവിടെ വരെ ഉണ്ടായിരുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെതും ഇവിടെ ബാക്കോട്ട് തൂങ്ങിയിട്ട്. പണ്ടത്തെ നബിമാരുടെ എല്ലാവരുടെയും മുടി ഇത്രയേ ഉണ്ടായിരുന്നു, വലിയ താടിയും വലിയ മുടിയും. അങ്ങനെ ആയിരുന്നു അവരുടെ ലുക്ക്, റൈറ്റ്? അതായിരുന്നില്ലേ സത്യം? ഓക്കെ, പ്രവാചകന്മാരൊക്കെ അങ്ങനെ ആയിരുന്നു. മുടിയുടെ കാര്യമല്ല പറയുന്നത് കേട്ടോ. അപ്പോൾ ഈസാ അലൈഹി സ്വലാമിന് ഇഞ്ചീൽ അവതരിച്ചു, മൂസ അലൈഹി സ്വലാമിന് തൗറാത്ത്. പിന്നെ ഏതാണ്? ആർക്കെങ്കിലും അറിയോ? ആ, സബൂർ. സബൂർ. ഖുർആൻ പോലെയുള്ള മറ്റ് പുസ്തകങ്ങളുടെ, അള്ളാഹുവിന്റെ കലാമായി അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളുടെ പേരാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദാവൂദ് അലൈഹി സ്വലാമിനാണ് സബൂർ, അല്ലേ? ഓക്കെ, അതുപോലെ ഖുർആൻ. ഇനി ഖുർആനും മറ്റ് വേദങ്ങളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആ, ഷെഹസാദ്, നീ തിന്നുന്നോണ്ട് സംസാരിക്കൽ. ആ, എന്താണ്? ഖുർആന് അവസാന നാൾ വരെ നിലനിൽക്കും. ആ, ഖുർആൻ എല്ലാവർക്കും ഉള്ളതാണ്. മറ്റ് വേദഗ്രന്ഥങ്ങളൊക്കെ ആ ഒരു കാലഘട്ടത്തിലെ ആ ജനങ്ങൾക്ക് ഉള്ളതായിരുന്നു. അവർക്കുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റുള്ളത് ഒക്കെ അങ്ങനെയാണ്, അല്ലേ? മുമ്പ് വന്നിട്ടുള്ള കുറേ മുസ്ഹഫുകൾ, ഖുർആനെ പോലെയുള്ള വേദഗ്രന്ഥങ്ങളൊക്കെ മാത്രമല്ല അതൊന്നും നിലവിലില്ല. അതൊക്കെ കാലഹരണപ്പെട്ടു, അതായത് ഇല്ലാതെ ആയിട്ടുണ്ട്. ഖുർആൻ മാത്രമാണ് ലോകാവസാനം വരെ നിലനിൽക്കുന്നത്. അപ്പം എത്ര പ്രവാചകന്മാർ വന്നിട്ടുണ്ട് ലോകത്ത്? വിരലുകൊണ്ട് ഇങ്ങനെ കാണിച്ചേ നിങ്ങൾ. എത്ര നബിമാര് വന്നിട്ടുണ്ട്? കാണിക്കാൻ പറ്റുമോ? ആരെങ്കിലും പറഞ്ഞേ, എത്ര നബിമാര് വന്നിട്ടുണ്ട് ലോകത്ത്, ഈ വേൾഡില്? ആ, ലയാൻ. 1000-ലും-അധികം. 1000 എബോവ് ആണ് അവള് പറയുന്നത്. വേറെ ആർക്കെങ്കിലും എന്തേ പറയാനുണ്ടോ? സേറ. Above 13,000. 13,000. ഐസ? നമുക്ക് കൗണ്ട് ചെയ്യാനോ ഉള്ളതിന്റെ മുകളിൽ. അൺകൗണ്ടബിൾ ആണത്, അല്ലേ? നമുക്കൊന്നും ഹിസ്റ്ററിയിൽ നമുക്കൊന്നും ചില കാര്യങ്ങളൊന്നും നമ്മുടെ അറിവിലില്ല. നമ്മൾ ഇത്ര പുസ്തകങ്ങൾ, എത്ര സെഞ്ചുറീസ് നമുക്ക് പിന്നോട്ട് പോകാനുള്ള അറിവില്ല. അപ്പോൾ 2000 സെഞ്ചുറീസ്, 2025 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയാനും പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് കാലത്തേക്ക് മുമ്പോട്ട് നമ്മൾ എടുത്തു നോക്കിയാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്നാണ്. എല്ലാ ഭാഷകളിലും നാടുകളിലൊക്കെ പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്നാണ്. ഇന്ത്യയിൽ അപ്പോൾ പ്രവാചകന്മാർ വന്നിട്ടുണ്ടാവോ? ഇന്ത്യയിൽ വന്നൊരു നബിയുടെ പേര് പറഞ്ഞേ. ഇന്ത്യൻ, ഒരു ഹിന്ദി സംസാരിക്കുന്ന നബി.
ഫുആദ്. ആ പറഞ്ഞേ. നബിയ എന്നോട് ചോദിക്കല്ല, ഞാൻ നിങ്ങളോടല്ലേ ചോദിക്കണേ. നിങ്ങൾ എന്നോട് ചോദിക്കുക. ഇന്ത്യയിൽ വന്ന നബിയുടെ, കേരളത്തിൽ വന്ന നബിയുടെ പേര് പറഞ്ഞേ. മലയാളിയായ ഒരു നബിയുടെ പേര് പറഞ്ഞേ. ആ റിസ്വാൻ പറയുന്ന മലേഷ്യയിൽ നിന്ന്. ആദം നബി മലയാളി ആയിരുന്നാ? അറിയില്ല. റിസ്വാൻ അങ്ങ് പറയാൻ തന്നെയാണ് ആലോചിക്കാതെ അല്ലേ. തമിഴ്നാട്ടിൽ വന്ന നബിയുടെ പേര് ഈശാന്. അത് ഞാൻ ഗൂഗിള് സെർച്ച് ചെയ്തു. ലോർഡ് കൃഷ്ണ എന്നാ കാണിക്കണ്. ശ്രീകൃഷ്ണ നബിയാണെന്നാണോ ഗൂഗിളിൽ പറയുന്നത്? ചിലപ്പോ ആവാനും സാധ്യത ഉണ്ട് കേട്ടോ. നമ്മള് ശരിക്ക് ഈ പരലോകത്തെത്തിയിട്ടേ എല്ലാവരും അവിടെ മീറ്റിംഗ് ഉണ്ടല്ലോ. ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും പിന്നെ നരേന്ദ്രമോദിയും മെസ്സിയും റൊണാൾഡോവും എല്ലാവരും ഉണ്ടാവുമല്ലോ മാഷറയില്. അപ്പൊ അവിടെ വെച്ച് മീറ്റിങ്ങിൽ എല്ലാ പ്രവാചകന്മാരെയും ഇങ്ങനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു പോവും. മേ ബി ആവാം ശ്രീകൃഷ്ണൻ നബി ആണെങ്കിലോ. അല്ലാന്ന് നമ്മൾ പറയാ, പക്ഷെ അല്ലാന്നും പറയാനും ഉറപ്പില്ല കേട്ടോ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ് അല്ലെ. ശ്രീകൃഷ്ണൻ പറഞ്ഞ ധർമ്മയുദ്ധമാണ് അല്ലേ. ശ്രീകൃഷ്ണനും അവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നല്ല കാര്യങ്ങളല്ലേ അല്ലേ. പ്രവാചകന്മാരായിട്ട് പറയപ്പെടുന്ന, അങ്ങനെ ആണെങ്കിൽ വലിയൊരു ട്വിസ്റ്റ് ആയിരിക്കുമല്ലേ അത് പരലോകത്ത് വെച്ചിട്ട് അല്ലേ. അപ്പൊ നമ്മൾ പറയേണ്ടി വരും ശ്രീകൃഷ്ണൻ അലൈഹിസ്സലാം എന്ന് പറയേണ്ടി വരും അല്ലേ. ഈസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ റോങ് ആയിട്ട് മനസ്സിലാക്കരുത് ഞാൻ പറയുന്നത്. അവനാ ഗൂഗിൾ ചെയ്തപ്പോൾ അവൻ ക്യാൻസർ കിട്ടിയതുകൊണ്ട് കണക്ട് ചെയ്ത് പറയാണ്. അള്ളാഹു പ്രവാചകന്മാരെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും അയച്ചിട്ടുണ്ട് എന്നും എല്ലാ ഭാഷകളിലുള്ള പ്രവാചകന്മാരും വന്നിട്ടുണ്ട്, എല്ലാ നാടുകളിലും വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ ഇപ്പം മൂസാ നബിയുടെ അനുയായികൾ എന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാ മൂസാ റസൂലുള്ളാ. ഈസാ നബിയുടെ അനുയായികൾ എന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാ ഈസാ റസൂലുള്ളാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ എന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ. നമ്മള് അങ്ങനെ വരുമ്പോ ശ്രീകൃഷ്ണന്റെ അനുയായികൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ലാ ഇലാഹ ഇല്ലല്ലാ ശ്രീകൃഷ്ണൻ റസൂലുള്ളാ എന്ന് പറഞ്ഞിട്ടുണ്ടാവണം. അത് ശരിയാണെങ്കിൽ റൈറ്റ്. എന്ന് വെച്ചാൽ ദൈവവും അള്ളാഹു ഒന്നാണ് അല്ലേ. ലോകത്ത് ഒരുപാട് ദൈവങ്ങൾ ഉണ്ടോ? അല്ല, ദൈവങ്ങൾ ഉണ്ടോ ശരിക്ക്? ഉണ്ടോ ഇല്ലയോ? ദൈവം എത്ര എണ്ണ ഉള്ളത് കാണിക്ക്. ഒന്ന്. ഓക്കെ, ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിന്റെ പേരെന്താണ്? അള്ളാഹു അല്ലേ. ഈ അള്ളാഹു എന്നുള്ള വാക്കിന്റെ തന്നെ മീനിങ് ഈ വണ്ണസ് ആണ്. ഓക്കെ, എ ഗോഡ്, മറ്റ് ദൈവങ്ങളില്ല എന്നുള്ളതാണ്. ഇനി അള്ളാഹു ഇൻവിസിബിൾ ആണ്, അള്ളാഹുവിനെ നമ്മൾ കാണൂല അല്ലേ. നിങ്ങൾ ദൈവങ്ങളുടെ ഫോട്ടോ മറ്റു മതങ്ങളുടെ അമ്പലങ്ങളിലും ടെമ്പിളുകളിലും ഒക്കെ നിങ്ങൾ പല രൂപങ്ങളും കണ്ടിട്ടുണ്ടാവും. ഏതെങ്കിലും പള്ളിയിൽ ഒരു ദൈവത്തിന്റെ രൂപങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം രൂപമുള്ളതൊക്കെ നശിച്ചു പോകും. അള്ളാഹുവിന്റെ രൂപമില്ല. അള്ളാഹിന്റെ രൂപത്തെ പറ്റി ഖുർആനിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയാം അള്ളാഹിന്റെ രൂപത്തെ പറ്റി? അള്ളാഹിന്റെ രൂപത്തെ പറ്റി ഖുർആനിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്കറിയാം ആർക്കെങ്കിലും? അള്ളാഹിനെ കണ്ട ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും അള്ളാഹിനെ കണ്ടിട്ടുണ്ടോ? മനുഷ്യന്മാര് കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ? ഏത് നബിയാ കണ്ടത്? ജൗഹർ. മൂസ അലൈഹിസ്സലാം. മൂസാ നബി കണ്ടു അല്ലേ. മൂസാ നബി കണ്ടത് വലിയൊരു സ്റ്റോറിയാണ്. മൂസാ നബി സാധാ നബിമാരെ പോലെ മൂസാ നബിയെ അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ. മൂസാ നബിയെ പറ്റി കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് എല്ലാ നബിമാരെയും അള്ളാഹുവിന് ഇഷ്ടമാണ്. ചില നബിമാരോട് അള്ളാഹുവിന് പ്രത്യേക ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലേ. ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ കഥയൊക്കെ വായിച്ചാൽ നമ്മൾ വല്ലാത്ത ത്യാഗങ്ങൾ ചെയ്ത നബിമാരുണ്ട്. അതിൽപ്പെട്ട മൂസ അലൈഹി സ്വലാമിന് അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മൂസാ നബി ചോദിക്കുകയാണ്, അള്ളാഹുവേ എനിക്കൊന്ന് കാണണം പ്ലീസ്, ഒന്ന് കാണണം. എന്തെന്ന് പറഞ്ഞിട്ട് കയ്യിൽ എനിക്ക് കണ്ടേ പറ്റുള്ളൂ. അപ്പോൾ അത് അള്ളാഹു സാധിച്ചു കൊടുക്കുകയാണ്. സീനാമലയൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും സീനാമലയുണ്ട് ഭൂമിയിൽ അല്ലേ. ആ സീനാമലയിലേക്ക് അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ ഒരു ചെറിയ പ്രകാശം വന്നപ്പോഴത്തേക്ക് ആ മലയൊക്കെ പൊടിഞ്ഞു വീഴുന്ന കണ്ടിട്ട് മൂസ അലൈഹി സ്വലാം ബോധം കെട്ട് വീണെന്നാണ് ചരിത്രം പറയുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ അത്രയും ശക്തി, അള്ളാഹുവിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ പ്ലാനറ്റിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അള്ളാഹുവിന്റെ ശക്തിയെ പറ്റി അറിയാത്തത്. ഞാൻ പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറയാം, സയൻസ് പഠിക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറയാം. സയൻസ് പഠിച്ച കുട്ടികളൊക്കെ കൈവക്ക്. സയൻസ് അറിയുന്നവര്,
സയൻസ് എന്ന സബ്ജക്റ്റ് പഠിക്കുന്നവർ ആ എന്നാ ഒന്ന് ടെസ്റ്റ് ചെയ്യാടാ. സണ്ണാണോ ഭൂമിയാണോ വലുത്? സൂര്യനാണോ ഈ ഭൂമിയാണോ വലുത്? സയൻസ് പഠിച്ചോന്ന് ടെസ്റ്റ് ചെയ്യാം. ഹൈസാന് പറയും. സൂര്യൻ. സൂര്യനാണ് വലുത്. സത്യം. ആകാശത്ത് രാത്രി നമ്മൾ കാണുന്ന സ്റ്റാർസ് ആണോ വലുത്? സൂര്യനാണോ വലുത്? ആകാശത്ത് നമ്മൾ കാണുന്ന കുഞ്ഞു കുഞ്ഞു സ്റ്റാർസ് ഇല്ലേ, അതാണോ ബിഗ്, അല്ലെങ്കിൽ സണ്ണാണോ വലുത്? ഐസ. സൺ. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? ആൻസർ റോങ് ആണ് കേട്ടോ. എന്തുകൊണ്ടാ ഞാൻ പറഞ്ഞുതരാം. ആറഫ. It's the stars. സ്റ്റാർസ്. എന്തുകൊണ്ടാ സ്റ്റാർ വലുതാവുന്നത്? നിങ്ങൾ ഫ്ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ പോയിട്ടില്ലേ? എയർപോർട്ടിലെ ഫ്ലൈറ്റ് വലിയ ഫ്ലൈറ്റ് അല്ലേ? ആകാശത്ത് കാണുന്ന ഫ്ലൈറ്റോ കുഞ്ഞു ഫ്ലൈറ്റ്, ഇത്തിരി അത് കിട്ടിയാൽ നമുക്ക് ടേബിളിൽ നിന്ന് ഉരുട്ടി കളിക്കാനും തോന്നൂലേ? ചെറിയ ഫ്ലൈറ്റല്ലേ ആകാശത്ത് കാണുന്നത്. അത് അടുത്തേക്ക് വരും വലുതാവുന്നില്ലേ? അത് ഭൂമിയോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് സണ്ണ് വലുതാവുന്നത്. എന്ന് വിചാരിച്ച് സണ്ണല്ല വലുത്. സണ്ണിനേക്കാൾ എത്രയോ വലുപ്പമുള്ളതാണ് സ്റ്റാർ. മനസ്സിലായ? ആ സ്റ്റാർസ് തന്നെ എത്രയോ വലുപ്പമുണ്ട്. അത് എത്രയോന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എത്രയോന്നേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയില്ല. നമുക്ക് പോയിട്ട് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ അങ്ങോട്ട് പോകാനും പറ്റില്ല അല്ലേ? ഫോട്ടോ എടുക്കാൻ പോയ ഓർമ്മയെ നമുക്കുണ്ടാകും, അടിച്ചു പോകും അല്ലേ? അത്രയും ശക്തമായ തീക്കാറ്റുകളുള്ള ഒരുപാട് സ്റ്റാർസ് അവിടെ ഉണ്ട്. ഇനി സ്റ്റാർസിനെ പറ്റിയ ഒരു സ്റ്റോറി പറയാം. സ്റ്റോറി അല്ല, 1,00,000 സ്റ്റാർസ് ജോയിൻ ചെയ്യുമ്പോഴാണ് ഒരു ഗാലക്സി ഉണ്ടാവുക. മനസ്സിലായോ? സ്റ്റാർ ഇത്രയും വലുതാണ്. അത്രയുള്ള 1,00,000 സ്റ്റാർസ് ചേരുമ്പോഴാണ് ഒരു ഗാലക്സി ഉണ്ടാവുക. ശ്രദ്ധിക്കണേ, അങ്ങനെയുള്ള ബില്യൺ കണക്കിന് ഗാലക്സികൾ ആകാശത്തുണ്ട്. അതിൻ്റെ ഒക്കെ നടത്തിപ്പ് അതിൻ്റെ ഒക്കെ കൺട്രോൾ അള്ളാഹിൻ്റെ കയ്യിലാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ പവർ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഒരു കുഞ്ഞു റൂമിലിരുന്ന് ഈ ചെറിയൊരു പ്ലാനറ്റിൽ ചെറിയൊരു കുഞ്ഞു വീട്ടിൽ ഒരു നാട്ടിലിരുന്ന് അള്ളാഹ് ആരാന്ന് നമുക്ക് തിങ്ക് ചെയ്യാൻ പോലും നമുക്ക് പറ്റില്ല. അതാണ് എൻ്റെ റിയാലിറ്റി. ഓക്കെ. അപ്പോൾ അള്ളാഹുവിൻ്റെ ശക്തി നമുക്ക് വായ കൊണ്ട് പറയാനൊന്നും നമുക്ക് കഴിയില്ല. അതാണ് അള്ളാഹു. അള്ളാഹു എന്നെന്നും ജീവിക്കുന്നവരാണ്. ഇപ്പോൾ നമ്മൾ 2025 ഇപ്പോൾ ഉള്ളത്. ഒരു 2100 നമ്മൾ ഉണ്ടാവുമോ? 2200 നമ്മൾ ആരും കഥ പറയാൻ ഇവിടെ ഉണ്ടാവില്ല. അപ്പൊക്കെ നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ ഇവിടുന്ന് ഓടിക്കളിക്കുന്നുണ്ടാവും. ഒരു AI വേൾഡിലായിരിക്കും അവരൊക്കെ ഉണ്ടാവുക. അന്ന് ഇന്നത്തെ നിങ്ങൾ കളിക്കുന്ന കാർട്ടൂണുകളും നിങ്ങളുടെ ഫിലിംസും നിങ്ങളുടെ അനീമയും നിങ്ങളുടെ ഗെയിംസും നിങ്ങളുടെ കളികളും ഒക്കെ കാലഹരണപ്പെട്ടു. അതൊന്നും അവർക്ക് മൈൻഡേ ചെയ്യില്ല. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഉള്ള കളികളൊന്നും നിങ്ങൾക്ക് അറിയേ പോലുമില്ല. ചെറിയ കളി ഞങ്ങൾ കളിച്ചിരുന്ന കളികളും ഞാൻ കളിച്ചിരുന്ന ഗെയിമൊന്നും നിങ്ങൾക്ക് അറിയേ പോലുമില്ല. അതെന്താന്ന് ചോദിക്കുക. ചില കുട്ടികൾക്കൊക്കെ അറിയാം. ഞാനൊക്കെ കളിച്ചിരുന്ന ഒരു മേരിയോ എന്ന് പറഞ്ഞൊരു ഗെയിമായിരുന്നു. പിന്നെ പാമ്പ് വിഴുങ്ങുന്ന ഇങ്ങനെ ഒരു സാധനമുണ്ട്. മനസ്സിലായോ? സ്വിച്ച് ഫോണിൽ ഇങ്ങനെ പാമ്പ് വിഴുങ്ങുന്ന ഇങ്ങനെ വന്നിട്ട് പാമ്പ് വിഴുങ്ങുന്ന അതൊക്കെ നമ്മൾ കളിച്ചത്. നമുക്ക് അറിയില്ല. നിങ്ങളുടെ കാലഘട്ടത്തിലുള്ള ഗെയിം, നിങ്ങളിപ്പോൾ വെട്ട് കുത്ത് കൊല വെടിവെപ്പ് ബോംബിടല് മിസൈൽ വരുന്നു റോക്കറ്റ് വരുന്നു ഒക്കെ നിങ്ങളുടെ ഗെയിം അല്ലേ? നമ്മുടെ കാലത്ത് കൊച്ചു ഗെയിമുകളായിരുന്നു. മേരിയോ എന്ന് പറഞ്ഞ ഒരു മതിലിന്റെ മേലെ കൂടെ ഒരു ജന്തു ഇങ്ങനെ ചാടി പോകും, ക്ലിക്ക് 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 പറഞ്ഞിട്ട്. അങ്ങനെയുള്ള ഗെയിംസ് ഒക്കെ നിങ്ങൾ ഫ്രീ ഫയർ റോബ്ലോക്സ് അത് ഇതൊക്കെ നിങ്ങളുടെ ലോകം തന്നെ മാറി. മാത്രമല്ല AI വേൾഡ് ആണ്. എൻ്റെ കാലഘട്ടത്തിലൊക്കെ ഒരു ഹിന്ദിയുടെയോ അറബിയുടെയോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെയോ ഒക്കെ പരിഭാഷ കിട്ടണമെങ്കിൽ ചോദിച്ച് അല്ലേ, നമ്മൾ പറയില്ല തെണ്ടി നടക്കണം എന്നല്ലേ, ടീച്ചേഴ്സിനെ പിന്നാലെ നടന്ന് സ്റ്റാഫ് റൂമിൽ, അത് കഴിഞ്ഞ് അയൽവാസികൾ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട് ഞാൻ. അറബിയുടെ ഒക്കെ ഒരു വേർഡിൻ്റെ മീനിങ് കിട്ടാൻ വേണ്ടിയിട്ടേ ഡിക്ഷണറി തെരഞ്ഞിട്ട് ഇത്ര കാട്ടിയുള്ള ഡിക്ഷണറി ഉണ്ടാകും. ഒരു വേർഡിൻ്റെ മീനിങ് കിട്ടാൻ, ഒരു പാസേജ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ പുസ്തകം എടുത്തിട്ട് തുറന്ന് കണ്ടുപിടിച്ച് അടുത്ത വേർഡ് കണ്ടുപിടിച്ച് എന്തോരം കഷ്ടമാണ്. പക്ഷെ നിങ്ങൾക്കും ഇപ്പം എന്താ പരിപാടി? ടൈം ഫോൺ ഇങ്ങോട്ട് എടുക്കുക, ക്ലിക്ക്, ഗൂഗിൾ ലെൻസ് എടുക്കുക, കഴിഞ്ഞ പരിപാടി ട്രാൻസ്ലേറ്റഡ് അല്ലേ? AI ChatGPT ഈസിയാണ്. നമുക്ക് ഒരു ഇംഗ്ലീഷ് ടെക്സ്റ്റ് എടുക്കണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ വോയിസ് ട്രാൻസ്ലേഷൻ ഉണ്ട്, ഫോണ്ട് ഉണ്ട്, A to Z കാര്യങ്ങളുള്ള വേൾഡിലാണ് ഇന്നുള്ളത്. പക്ഷേ ഇനി 2100 ആകുമ്പോഴോ അതും മാറും, ഒരുപാട് ചേഞ്ച് ആവും. നമ്മൾ ഒരുപാട് കാലഘട്ടം മാറി. ഇനി പറക്കണ കാറൊക്കെ വരാൻ പോകുന്നതെന്നാണ് പറഞ്ഞത് അല്ലേ? ആകാശത്തൂടെ പറക്കുന്ന കാറ് അല്ലേ? ഓക്കെ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള വേൾഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലം ഏതായാലും അള്ളാഹു ഒന്നേ ഉള്ളൂ. അള്ളാഹു പുതിയത് വരാനും പോകുന്നില്ല. അള്ളാഹു എന്നെന്നുള്ളവനാണ്. അള്ളാഹിനെ നമ്മൾ കണ്ടുമുട്ടും അല്ലേ? നമ്മൾ മീറ്റ് ചെയ്യാൻ പോവാണ്. അള്ളാഹിനെ മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 രീതിയിൽ മീറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്
വലതുപക്ഷക്കാര് ബലൂൺ വരും. വലതുപക്ഷക്കാര്, 2 ഇടതുപക്ഷക്കാര്. റൈറ്റ് വിങ്, ലെഫ്റ്റ് വിങ്. റൈറ്റ് വിങ് എന്ന് പറഞ്ഞാൽ സ്വർഗത്ത് പോകുന്നവർ, ലെഫ്റ്റ് വിങ് നരകത്ത് പോകുന്നവർ. 2 ടീമായിട്ട് നമ്മൾ മാറും അല്ലേ? ഓക്കെ, ടീം റൈറ്റ്, ടീം ലെഫ്റ്റ്. ഓക്കെ, ഇൻഷാല്ല ബാക്കി നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഇവിടെ ഒരു ക്വിസ് ഷെയർ ചെയ്യാൻ പോവാണ്. ക്വിസ്. ഓക്കെ, നിങ്ങൾ ക്വിസ് അറ്റൻഡ് ചെയ്യുക. ക്വിസ് കഴിഞ്ഞിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യും. ഓക്കെ, ക്വിസ് അറിയോ നിങ്ങൾക്ക്? അറിയോ? ഞാൻ അത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കാണിച്ചു തരാം. കാണുന്നുണ്ടോ? ഇന്ന് ആരാണ് വിൻ ചെയ്യാൻ നോക്കല്ല നമുക്ക് ക്വിസിൽ. നിങ്ങൾ കാണുന്നുണ്ടോ? ഞാനിത് ഇപ്പോഴല്ല, നമ്മളിപ്പോൾ ക്വിസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു കോഡ് ഉണ്ടാവും, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം കേട്ടോ. അത് പറയുന്നതിൻ്റെ മുമ്പ് നമ്മൾ ദുആ ചെയ്യാം. ദുആ ചെയ്തിട്ട് എൻഡ് ചെയ്തിട്ട് നമുക്ക് ക്വിസ് തുടങ്ങാം. അള്ളാഹുവെ, ഞങ്ങളെ ഒരുമിച്ച് ചേർന്നത് സ്വാലിഹായ ഒരു അമലായി ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളെ ഏറ്റവും നല്ല മനുഷ്യരാക്കണേ അല്ലാ. ഞങ്ങളുടെ ചീത്തയായ എല്ലാ സ്വഭാവങ്ങളും മാറ്റിത്തരണേ അല്ലാ. അള്ളാഹു, നിന്നെ മനസ്സിലാക്കാനും നിന്നെ അറിഞ്ഞുകൊണ്ട് നിന്റെ ഖുർആൻ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവെ, നന്നായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും നാഫി ആയിട്ടുള്ള ഉപകാരപ്പെടുന്ന അറിവും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ യാ റബ്ബൽ ആലമീൻ. اللهم رب ارحمهما كما ربيانا صغيرا. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. നമ്മൾ ക്വിസിലേക്ക് പോവാണ്. ക്വിസിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. നിങ്ങൾ ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തിട്ട് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക joinmyquiz.com. www.joinmyquiz.com. ഇവിടെ സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല. ഇതിൽ ആരെങ്കിലും ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അറഫ ജോയിൻഡ് ഓൾറെഡി. joinmyquiz.com ഇതാണ്. എന്നിട്ട് ഈ കോഡ് നമ്പർ അടിച്ചു കൊടുക്കുക 997285. നമ്മൾ ഒരു ഫോൺ എടുത്തിട്ട് അതിൽ joinmyquiz.com പോയിട്ട് 997285. 4 പേര് ഇപ്പോൾ ജോയിൻ ചെയ്തു. അതിലൊരു കുട്ടിയുടെ പേര് എസറോക്സ് എന്നായി പോയി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പേര് കൊടുക്കാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ പേര് കൊടുക്കണം കേട്ടോ, എന്നാലേ നമുക്ക് വിന്നർ ആരാന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ 6 പേര് എത്തിയിട്ടുണ്ട്. ഞാൻ ക്വിസ് സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾ എല്ലാവരും നമ്പർ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തേ. 997285. എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്ക്. ഞാൻ ക്വിസ് തുടങ്ങാം, പിന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ മതി. 997285. റെഡി, ഗോ. ഓ, കുറെ പേര് ജോയിൻ ആയല്ലോ. Go to joinmyquiz.com 997285. ഏറ്റവും ടോപ്പിൽ അർഫയാണ് 3000 പോയിന്റ്, ലയാൻ 2000 പോയിന്റ്, റമദാൻ 3000 പോയിന്റ്, ജൗഹർ 2000 പോയിന്റ്, ജിയ 2000, റമദാൻ again 5000 പോയിന്റ്, അറഫ 5000 പോയിന്റ്, റമദാൻ 6100, ലയാൻ 3000, ജൗഹർ again 5100. Who will win? ഞാൻ വാട്സപ്പിൽ ജോയിൻ ചെയ്യാത്തവർക്ക് വാട്സപ്പിൽ എൻ്റെ ലിങ്ക് ഒന്ന് അയച്ചു തരാം കേട്ടോ. ലിങ്ക് എന്നോട് ചോദിച്ചോളൂ. വാട്സപ്പിൽ വേണ്ടവർക്ക് ലിങ്ക് തരാം, അതിൽ ജോയിൻ ചെയ്യാൻ. നിങ്ങൾക്ക് എന്നോട് വാട്സപ്പിൽ ചോദിച്ചാൽ ലിങ്ക് തരാം കേട്ടോ, ജോയിൻ ചെയ്യാൻ പറ്റാത്തവർക്ക്.
നമ്മുടെ ബ്രോഡ്കാസ്റ്റിലൊക്കെ ഇട്ടിട്ടുണ്ട്. ടോട്ടല് 30,100 പോയിന്റിലാണ്. 400 പോയിന്റാണ് ഫസ്റ്റ് പ്ലേസിലുള്ളത്. ഓക്കെ, 2 മിനിറ്റ് കൊണ്ട് എൻഡ് ചെയ്യുന്നതാണ്. വേഗം ചെയ്യൂ. അയച്ചിട്ടുണ്ട്. ഫിസാൻ ലിങ്ക് അയച്ചിട്ടുണ്ട്. 27 ആയില്ലേ? 2 പ്രാവശ്യം ചെയ്യുന്നവരുണ്ട്, ചിലരൊക്കെ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജുമാൻ ഉണ്ട്, ജുമാൻ ഫസ്റ്റ് ഇട്ടായിരുന്നു അല്ലേ? ഓക്കെ, ക്യൂസ് നിങ്ങൾ കുറച്ചുകൂടെ ടൈം ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യാം. ഒരു 1 hour എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ ഫ്രീ ടൈമിൽ ചെയ്താൽ മതി. ഇൻഷാ അല്ലാഹ്. ജസാക്കല്ലാഹ്.